വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. കൊല്ലപ്പെട്ട അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ രാത്രിയാണ് പൂളക്കൊല്ലി സ്വദേശി അറുമുഖൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം വിട്ടുകൊടുത്തത്. സംഭവത്തിൽ ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന, സ്ഥിരമായി കാട്ടാന സാന്നിധ്യമുള്ള ഒരു മേഖലയിൽ വീണ്ടും ഒരു അപകടമുണ്ടാകുമ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുമല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കാരണം ഇതേ ആന തന്നെ നേരത്തെ 5 പേരെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രവുമല്ല, ഈ മേഖലയിൽ ഫെൻസിംഗ് അടക്കമുള്ള ഒരു സുരക്ഷയോ ഒന്നുമില്ല. നാട്ടുകാർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം പോലും നൽകിയിരുന്നില്ല. ഇത് കൃത്യമായി അധികൃതരുടെ ഭാഗത്തു നിന്നും വന്ന ഒരു വീഴ്ചയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ 2 മാസത്തിനിടെ 3 പേരുടെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ വയനാട്ടിൽ മാത്രം പൊലിഞ്ഞത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ ശാശ്വത പരിഹാരം വേണം, ഈ കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം ഈ മേഖലയിൽ നിന്നും കൊണ്ടുപോവാൻ സമ്മതിക്കാതെ, തങ്ങൾക്ക് മറുപടി ലഭിക്കും വരെ മൃതദേഹം കൊണ്ടുപോവാൻ സമ്മതിക്കില്ലെന്ന് വലിയ രീതിയിലുള്ള നിലപാടായിരുന്നു. പക്ഷെ പിന്നീട് DFOയുടെ അടക്കം നേതൃത്വത്തിൽ സംസാരിച്ച് നാട്ടുകാരെ ഒന്ന് മയപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്നലെ മൃതദേഹം കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തും. ജനങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതേസമയം അതിന് മുന്നോടിയായി തങ്ങൾക്ക് കൃത്യമായ മറുപടി ഈ സംഭവത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ തുടർ നടപടികൾക്ക് സമ്മതിക്കില്ല എന്ന് കൂടി ഇന്നലെ നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്ത് 15ഓളം പേരാണ് ഈ വർഷം മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ തന്നെ വയനാട്ടിൽ 3ാമത്തെ ആളാണ് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മേഖല സ്ഥിരമായി കാട്ടാന ആക്രമണമുള്ള, കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഈ മേഖലയിലെ തേയിലത്തോട്ടത്തിൽ നിന്നും ഈ ആന അറുമുഖന്റെ നേരെ കുതിച്ചു വരികയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ അറുമുഖൻ ഇന്നലെ കൊല്ലപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ ഉന്നതതല യോഗം അത് നാട്ടുകാർ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മുതലപ്പൊഴി